Hello beautiful people, welcome back to yet another informative video of Triple I Commerce Academy. നമ്മുടെ +1 റിസൾട്ട് ഇതാ വരാൻ വേണ്ടി പോവാണ്. June 2nd ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് യു വിൽ ഗെറ്റ് ദ റിസൾട്ട്സ് അല്ലേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാവുകയെന്ന് എനിക്കറിയാം. അതെങ്ങനെയാണ് നോക്കേണ്ടത്, എവിടെയൊക്കെ നമുക്ക് നോക്കാം, അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് ആയിരിക്കും ഞാൻ ഈ ഒരു കുട്ടി വീഡിയോയിൽ പറയുന്നുണ്ടാവുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഹയർ സെക്കൻഡറി +1 റിസൾട്ട്സ് എന്നുള്ള ഒരു വലിയ കടമ്പയിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഒരിക്കൽ കൂടെ ഡേറ്റ് ഞാൻ പറയാണ്, June 2nd ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. 3 മണി എന്ന് പറയുമ്പോൾ ഏകദേശം 4 മണിക്ക് മുന്നേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം ആ സമയത്ത് അറ്റ് എ ടൈം കുറേയധികം കുട്ടികളായിരിക്കും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബഗ്ഗും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് ഹാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്സ് ആസ് ഏർലി ആസ് പോസിബിൾ, അത് റിലീസ് ആയതിനു ശേഷം. ഓക്കെ, നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എക്സാം എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അറിയാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഷോയ്ക്ക് ആഡ് ചെയ്തു. നമ്മൾ ബിരിയാണിയിൽ താറാമുട്ട വെക്കുന്ന പോലെ ആഡ് ചെയ്തു എന്നുള്ള മാത്രമേ ഉള്ളൂ. മാർച്ച് 2025 നമ്മുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ 2nd June 2025. കണ്ട ഒരു പയ്യൻ റിസൾട്ടൊക്കെ ആയിട്ട് നിൽക്കണുണ്ടോ? അതിൻ്റെ അടിയിൽ ടൈം കൊടുത്തിട്ടുണ്ട് 3 മണി എന്നൊരു സമയം വരുമ്പം, June 2nd 3 മണി എന്നൊരു സമയം വരുമ്പം വി വിൽ ഗെറ്റ് ദ റിസൾട്ട്സ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഓഫ് കോഴ്സ് ഉണ്ടാകും, ബട്ട് ഡോണ്ട് ബി ടെൻസ്ഡ്. കാരണം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിൻ്റെ ടെൻഷൻസ് ഒന്നും വേണ്ട, എക്സൈറ്റ്മെന്റ് അവിടെ ഇരുന്നോട്ടെ. മൂവിങ് ഓൺ, റിസൾട്ട് ചെക്കിംഗ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ റിസൾട്ട് ലിങ്ക് അവൈലബിൾ ആയി, ലൈക്ക് യു കെൻ ചെക്ക് യുവർ ഇൻഡിവിജ്വൽ റിസൾട്ട്സ്. അതല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ വൈസ് ഉള്ള റിസൾട്ട്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്കൂളിലെ കുട്ടികളുടെ മൊത്തം റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതും അല്ലാന്നുണ്ടെങ്കിൽ റിസൾട്ട് സ്കാനർ 2025 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനലൈസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റിസൾട്ട് സ്കാനർ 2025 ഓൺലൈൻ റിസൾട്ട് അനലൈസർ സോഫ്റ്റ്വെയർ ആണ്. അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസൾട്ടുകൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹൗ ടു ചെക്ക് +1 എക്സാം റിസൾട്ട് March 2025 ഇൻഡിവിജ്വലി, അതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോണേ. നമുക്കൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ പോർട്ടൽ കയറുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ടു ദ ഡിസ്ക്രിപ്ഷൻ, യു ഗെറ്റ് ദ ലിങ്ക്. അതിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അതിൽ ആ ലിങ്കിൽ ഒഫീഷ്യൽ പോർട്ടലിൽ പോയ ശേഷം യു ക്യാൻ click the link titled DHSC first year result 2025 അല്ലെ, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഫസ്റ്റ് ഇയർ 2025 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്കിൽ, ഹോം പേജിൽ ആ ലിങ്കിൽ പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ആ സമയത്ത് യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഓരോ പേപ്പറിൻ്റെയും ഓരോ എന്താ പറയേണ്ട സെപ്പറേറ്റ് പേപ്പറിൻ്റെ മാർക്കുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ അഗ്രിഗേറ്റ് ടോട്ടൽ എത്രയാണ്, ഈ കാര്യങ്ങളും നമ്മൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ടേക്ക് എ പ്രിന്റ് ഔട്ട് ഓഫ് ഇറ്റ്, നമുക്ക് ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇൻഡിവിജ്വൽ റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക്, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി സ്കൂൾ വൈസ് ആണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ അതിനും നമുക്ക് വഴികളുണ്ട്. പോർട്ടലിൽ പോവുക, പോർട്ടൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യുക. ക്ലിക്ക് ദ ലിങ്ക് ടൈറ്റിൽ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2025 എന്നുള്ള ഒരു ഹോം പേജിൽ അത് ആ ഒരു ലിങ്കിലേക്ക് പോവുക. അതിനുശേഷം DHSC സ്കൂൾ വൈസ് +1 എക്സാം റിസൾട്ട് ഫോർ March 2025 വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് ഉള്ള റിസൾട്ട് കിട്ടും. ഇതല്ല, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസൾട്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഐ എം എക്സൈറ്റഡ് ഫോർ സോ മെനി സ്റ്റുഡൻസ്. കുറേ പേര് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിന് ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഇവിടെ ബാക്കിൽ കാണുന്ന ഒരു പിക്ചർ ഉണ്ട്, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. കാരണം ഡൺ, ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നല്ലൊരു റിസൾട്ട് ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ അത്ര എക്സ്പെക്ട് ചെയ്യാത്ത അത്ര നല്ലതല്ലാത്ത ഒരു റിസൾട്ട് ആണെങ്കിലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം നമുക്കതിന് ഒരുപാട് പോംവഴികളുണ്ട്. നമ്മുടെ മുന്നിൽ എക്സാം ഉണ്ട്, ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. സോ ഡോണ്ട് ബി ടെൻസ്, ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. അത് മാത്രമാണ് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്, ജസ്റ്റ് വാട്ട് ടു സേ, ഗുഡ് ലക്ക്, ബ്രേക്ക് എ ലെഗ്, അത് മാത്രമാണ് പറയാനുള്ളത്. വിൽ സീ യു ഓൺ ദ റിസൾട്ട് ഡേ. ഹാവ് ഫൺ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.